ഹലോ. നമ്മളങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ഓഫീസിലൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് കൊട്ടിയൂർ പോയാലോ എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം കൊട്ടിയൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് അമ്മൂട്ടിക്ക് പനി ആയതുകൊണ്ട് തന്നെ കൊട്ടിയൂരിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വർഷം എന്തായാലും കൊട്ടിയൂർ പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് പോവുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഓഫീസിൽ നിന്ന് ലീവില്ലാത്തത് കൊണ്ട് തന്നെ ഞായറാഴ്ച മാത്രമേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞായറാഴ്ച ദിവസം നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചിട്ട് രാവിലെ തന്നെ ആ, പറഞ്ഞു ഇന്ന് പോകണമെന്ന്. അങ്ങനെ വൈകുന്നേരം നമ്മൾ 4:30 ആകുമ്പോൾ പോയിട്ടോ. കൊട്ടിയൂർ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന സമയത്ത് തിരക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് കൊട്ടിയൂർ എത്തുന്നത് വരെയുള്ള സമയം റിട്ടേൺ പോകുന്ന ബസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും അമ്മൂട്ടീൻ്റെയും പരിപാടി 32 ബസ്സാണ് റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു പണിയുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകുന്ന ബസ് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈക്കിൽ പോകുന്നതിന് അമ്മൂന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എൻജോയ് ആയിട്ട് പോകും. കാറ്, ബസ്, വേറെ വാഹനം എന്തൊക്കെയാണെങ്കിൽ അവൾക്ക് നല്ല ക്ഷീണമാവും. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് അമ്പലത്തിലെത്തുന്നത് വരെ നല്ല കാലാവസ്ഥയായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിലെത്തി ഇറങ്ങി ആ സമയത്തൊരു 2 മിനിറ്റ് നല്ല മഴ പെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മൂട്ടി കോട്ടിട്ടിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഈ നടക്കുന്ന ഈ പാലത്തിലൊക്കെ എപ്പോഴും നല്ല തിരക്കാവുമായിരുന്നു. നമ്മൾ ക്യൂ നിന്നിട്ടൊക്കെ ആയിരുന്നു പോകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ആ, അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വിചാരിച്ച തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വെള്ളമായിരുന്നു, നല്ല ശക്തിയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആ പാലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിലൂടെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ മേലെ നിൽക്കുന്ന ക്യൂ ഒക്കെ നടയിൽ പോയിട്ട് തൊഴുതിട്ട് ഭണ്ണാരം വലിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഈ ഭണ്ണാരത്തിൽ പൈസയിട്ട് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വീട്ടിലേക്ക് പോക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ. താഴെ കൂടെ തന്നെ പോയിട്ട് അമ്പലം പ്രദക്ഷിണം ചെയ്തു. അവിടെ ശ്രീകോവിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു തറയാണ്. അവിടെയാണ് അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ വരുന്നത്. അമ്പലം ഫുള്ളായിട്ടും വെള്ളത്തിലൂടെയാണ് നമുക്ക് പ്രദക്ഷിണം വെക്കേണ്ടത്. അവിടെയൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ അവിടെയുള്ള ഒരാളുടെയും കയ്യിൽ ഫോൺ ഇല്ലാതെയില്ല. അപ്പം ധൈര്യമായിട്ട് ഞാനും വീഡിയോ എടുത്തു. ഇത് പിന്നെ അവിടെയുള്ളൊരു മുത്തപ്പൻ്റെ സ്ഥാനമാണേ. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി തൊഴാറുണ്ട് എപ്പോഴും. അങ്ങനെ നമ്മൾ അവിടെയും പോയി തൊഴുതു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ആനയെ കൂടെ കണ്ടു. 2 ആനയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ആനയൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോയി. ആ, പിന്നെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റും കൂടെ അമ്പലത്തിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, പുറത്ത് ചന്തയിൽ കയറണം എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ആ, ഒരു മഴയായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പോയത് വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ അമ്പലത്തിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് തിരിച്ചു പോയി ചന്തയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശം. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നടക്കുന്നിടത്ത്. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തെത്തി. പിന്നെ അടുത്ത ലക്ഷ്യം ഇതായിരുന്നു, സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഓരോ ചന്തയിലും മാറി മാറി കയറി. ഞാൻ പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം കമ്മൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുക എന്നുള്ളതായിരുന്നു. അമ്മൂട്ടിക്ക് പിന്നെ അവൾക്ക് ആവശ്യമില്ലാത്തതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. പ്ലേറ്റ് വേണം, കളിപ്പാട്ടം വേണം, അങ്ങനെയൊക്കെ. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വേണ്ട. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ചുറ്റിപ്പറ്റി നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു. ഇതാണ് കേട്ടോ ഇക്കരക്കുട്ടിയിലേക്ക് പോകുന്ന കവാടം. നമുക്ക് നല്ല തിരക്കായത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ വെണ്ണ കടയാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് സാധനം നോക്കി. അപ്പോൾ മരത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്തില്ല. പിന്നെ സ്റ്റീലിൻ്റെതാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഓടപ്പൂവിൻ്റെ അടുത്തേക്ക് പോയി. ഓടപ്പൂവ് കൊട്ടിയൂരിൽ മാത്രം കണ്ടുവരുന്നതാണ് കേട്ടോ. ഈ സീസൺ ആകുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓടപ്പൂവും വാങ്ങിക്കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ കയറി പോയിട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് വിട്ട് കുറച്ച് എത്തുമ്പോഴത്തേക്കും മഴ തുടങ്ങിയിരുന്നു. വീടെത്തുന്ന സമയം വരെ നല്ല മഴയായിരുന്നു. കൂടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ കൊട്ടിയൂർ യാത്ര ഇത്രയേ ഉള്ളൂ. ടാറ്റ ബായ്.